ഒരുവിധം പണിക്ക് പോയിരുന്നു. ഇപ്പം മോനെ സ്കൂളിൽ പോകേണ്ടത് കാരണം എന്നെ ഡയാലിസിന് കൊണ്ടുപോകാൻ ആരും ഇല്ലാത്തതും കാരണം ഹസ്ബൻഡിന് പണിക്കുമ്പോൾ വന്ന് എന്നെ സഹായിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒരുവിധം പണിക്ക് പോയിരുന്നു. ഇപ്പം മോനെ സ്കൂളിൽ പോകേണ്ടത് കാരണം എന്നെ ഡയാലിസിന് കൊണ്ടുപോകാൻ ആരും ഇല്ലാത്തതും കാരണം ഹസ്ബൻഡിന്. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. എന്നെ ചെറുപ്പം മുതൽ അറിയുന്ന ഒരു വ്യക്തിയാണ് രജനി. ഈ രജനി ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ 2 കിഡ്നി ഫെയിലായിട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പം ഇത് ഈ ഒരു ന്യൂസ് ഞാൻ അറിഞ്ഞത് ഭയങ്കര ടെൻഷനാണ്. കാരണം എൻ്റെ 18 വയസ്സ് മുതൽ അറിയുന്ന ഒരു വ്യക്തിയാണ് രജനി. എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഒരുപാട് കാലമായിട്ട് അറിയുന്ന ഒരാളാണ്. അപ്പം ഈ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഇപ്പോൾ വേണ്ടത് ഏകദേശം 30 ലക്ഷം രൂപ വേണം. അപ്പോൾ ഈ ഒരു നിർധന കുടുംബത്തിന് ഇപ്പോൾ ഒരു 30 ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ്. അപ്പോൾ കാരണം ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന ഒരു കൂലി തൊഴിലാളിയാണ് ഹസ്ബൻഡ്. അപ്പോൾ അറിയാലോ, ഇവരുടെ വീട് ഞാൻ കാണിച്ചുന്ന ആ വീടാണ്. അപ്പോൾ ഈ വീട് എന്ന് പറഞ്ഞാൽ വാടക വീടാണ്. ഇതിന് തന്നെ മാസം നല്ലൊരു തുക വാടക വേണം. അതുപോലെ തന്നെ രജനിയുടെ തുടർ ചികിത്സയ്ക്ക് എന്നും ഡയാലിസിസ് ആഴ്ച 2-3 വട്ടം ഡയാലിസിസ് ചെയ്യണം. അതും KMCT ഹോസ്പിറ്റലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ഓരോ പോക്കിനും 2000-2500 രൂപ വേണം വണ്ടിക്കൂലി, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ആ ഒരു തുക തന്നെ ഈ ഒരു കുടുംബത്തിന് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ മക്കളുണ്ട്. അപ്പം നല്ലൊരു കുടുംബം എല്ലാവരും സ്വപ്നം കാണുന്ന ഇതാണ്. അപ്പം ഇവർക്കും ഉണ്ടാവും ആഗ്രഹമുണ്ടാവും, ഭയങ്കര ആഗ്രഹമുണ്ടാവും ജീവിക്കണം. എനിക്ക് തന്നെ ഒരു സംസാരം വരുന്നില്ല, വാക്കൊന്നും വരുന്നില്ല. അത്രയും ടെൻഷനും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു. അപ്പം ഇതിനെ നമുക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടുത്തണം. കാരണം എന്നെ അറിയുന്നവർ, എന്നെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ, പ്രേക്ഷകരായ നിങ്ങൾ, കഴിഞ്ഞ ഒരു വീഡിയോ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രജനി നമുക്ക് തീർച്ചയായും രക്ഷപ്പെടുത്തണം, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ്, ഇനിയും ഒരുപാട് കാലം ജീവിക്കേണ്ട ഒരാളാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് ഈ ഒരു തുക ഇത്രയും പെട്ടെന്ന് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ കണ്ടെത്തിയിട്ട് രജനി നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് അപ്പം എത്തിക്കണം. അതിനുവേണ്ടി എല്ലാവരും ഈ വീഡിയോ കാണുന്ന മാക്സിമം എല്ലാവരും സഹായിക്കണം. എല്ലാവർക്കും സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് പരമാവധി എല്ലാവർക്കും എത്തിച്ചിട്ട് കഴിയുന്ന തുക നിങ്ങളെ കൊണ്ട് കഴിയുന്ന എത്രയാണോ അത്രയും നമ്മൾ ഈ അക്കൗണ്ടിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ രജനിൻ്റെ മോനുണ്ട്. രജനിക്ക് എന്താ പറയാനുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ പറഞ്ഞു അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ അവസ്ഥ? ഇപ്പം KMCT ഡയാലിസിസ് നടക്കുന്നത്. ആഴ്ചയിൽ 3 എണ്ണം, തിങ്കളും ബുധനും വെള്ളിയും. അതിന് പോയി വരാൻ തന്നെ വലിയൊരു തുകയാണ്. ഭർത്താവിന് കൂലിപ്പണിക്ക് പോകാൻ കഴിയുന്നില്ല. മോന് 9ാം ക്ലാസ് പഠിക്കുകയാണ്. 2 മാസം ഓനായതിനെ ഡയാലിസിന് കൊണ്ടുപോയി. അപ്പോൾ ഹസ്ബൻഡ് ഒരുവിധം പണിക്ക് പോയിരുന്നു. ഇപ്പം മോനെ സ്കൂളിൽ പോകേണ്ടത് കാരണം എന്നെ ഡയാലിസിന് കൊണ്ടുപോകാൻ ആരും ഇല്ലാത്തതും കാരണം ഹസ്ബൻഡിന് പണിക്കും പോകാൻ കഴിയുന്നില്ല. അപ്പോൾ എല്ലാവരും എന്നെ സഹായിക്കണം. എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. പ്രത്യേകമായിട്ട് എൻ്റെ മക്കളെ കൂടെ. അതുകൊണ്ട് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന എന്ത് സഹായവും, അത് ഷെയറായാലും 10 രൂപയായാലും 1 രൂപയായാലും എനിക്ക് തന്ന് എന്നെ സഹായിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളൂ. എന്തെങ്കിലും എന്താ ജോലി ചെയ്യുന്നത്? കൂലിപ്പണിയില്ല. അപ്പോൾ ആ കൂലിപ്പണി ഇട്ടിട്ടും ഇതിന് തയ്യാത്തൊരവസ്ഥയില്ല. അപ്പോൾ തീർച്ചയായും നമുക്ക് എന്തായാലും ആ തുക ഇത്ര പെട്ടെന്ന് കിട്ടട്ടെ എന്നാണ് നമ്മൾ പറയാനുള്ളത്. അപ്പം രജനിയുടെ അച്ഛനാണിത്. അച്ഛനും തീരെ വയ്യ, കാലിന് സ്ട്രോക്ക് വന്നിട്ട് 2 കാലും ഒരു റൈറ്റ് സൈഡിലെ കാല് തളർന്നു നിൽക്കുകയാണ്, കാലും കയ്യും. അപ്പോൾ അച്ഛൻ്റെ അവസ്ഥ ഇതാണ്. പിന്നുള്ളത് അമ്മ ഏട്ടന്. ഇവർക്കൊക്കെ തന്നെ ഒരുപാട് പ്രായമായ ആൾക്കാരായതുകൊണ്ട് തന്നെ ജോലിക്ക് പോകാനോ രജനിനെ തുടർ ചികിത്സയ്ക്ക് കൊണ്ടുപോകാനോ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പം തീർച്ചയായും നിങ്ങൾ രജനിയെ പെട്ടെന്ന് തന്നെ സഹായിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.